ഹായ് ഫ്രണ്ട്സ്, ഷീജാസ് ടേസ്റ്റ്ലാൻഡിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഗ്രിൽ ചിക്കനാണ്. എങ്ങനെയാണ് ബാർബിക്യൂ ഗ്രിൽ ചിക്കൻ ഇലക്ട്രിക് ഗ്രില്ലിൽ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1.5 കിലോയുള്ളൊരു ചിക്കൻ 10 പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആ ചിക്കനിലെല്ലാം ഒരു കട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കട്ടിട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിനാവശ്യമായിട്ടുള്ള മസാല നമുക്ക് തയ്യാറാക്കിയെടുക്കണം. അതിനായിട്ട് ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. ആദ്യം 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ ഗരം മസാല, മുളക് പൊടി എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതെ, 1 സ്പൂൺ നാരങ്ങാനീര് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനാവശ്യമായിട്ടുള്ളത് തൈരാണ്. അത് ആദ്യം 2 സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് മിക്സ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഉപ്പില്ലാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കണം. കുറച്ചുകൂടെ തൈര് ഒഴിച്ചൊന്ന് ലൂസാക്കി എടുക്കാം. കൂടുതൽ കട്ടി പോലെ തോന്നി. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ മസാല നമുക്ക് ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മസാല എല്ലാം പുരട്ടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറഞ്ഞത് ഒരു 2 മണിക്കൂറെങ്കിലും നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം. കൂടുതൽ സമയം ഇരുന്നാൽ അത്രയും നല്ലതാണ്. ഒരു ദിവസം ഫ്രിഡ്ജിൽ ഇരുന്നാൽ ഇതിനകത്ത് മസാലയൊക്കെ പിടിച്ച് നല്ല അകത്ത് എരിവെല്ലാം പിടിച്ച് നല്ലതായിട്ടിരിക്കും. അതിനുശേഷം എടുത്തത് ഗ്രില്ല് ചെയ്യാം. ചിക്കൻ അരപ്പ് പുരട്ടി വെച്ച് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് ഗ്രില്ല് ചെയ്തെടുക്കാം. ഞാൻ ഗ്രില്ല് ചെയ്യുന്നത് ഇലക്ട്രിക് ഗ്രില്ലിൽ വെച്ചാണ് ഗ്രില്ല് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ഗ്രില്ല്. ഈ ഗ്രില്ല് ഞാൻ ഇവിടുന്ന് മേടിച്ചതല്ല, ഇത് ഞാൻ ദുബായിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതിവിടെ കൊണ്ടുവന്ന് ഇത് ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. ഇതാദ്യമായിട്ടാണ് ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം ഇതെങ്ങനെ ഉണ്ടെന്ന്. ഇതാണ് ഗ്രില്ല്. ഇതൊന്ന് ഓപ്പൺ ചെയ്യാം. ഇത് അങ്ങോട്ട് നമുക്ക് ഓപ്പൺ ആക്കി വെക്കുകയും ചെയ്യാം. ഓപ്പൺ ആക്കി വെക്കാൻ നമ്മൾ ഇത് ഇച്ചിരി ഇങ്ങോട്ട് ഫ്രണ്ടിലോട്ടാക്കിയിട്ട് ഇവിടെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ വയ്ക്കാം. അപ്പോൾ നമുക്ക് ഇത് സ്ട്രെയിറ്റ് ആയി. ഇനി 2 സൈഡിൽ വേണമെങ്കിൽ നമുക്ക് ഗ്രില്ല് ചെയ്തെടുക്കാം. അത് വേണ്ട, നമുക്ക് കുറച്ച് സാധനമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഒരു സൈഡിൽ വെച്ച് ഗ്രില്ല് ചെയ്തെടുത്താൽ മതി. കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്വാണ്ടിറ്റി കൂടുതലുണ്ടെങ്കിൽ നമുക്ക് 2 സൈഡിലും വെച്ച് നമുക്ക് ഗ്രില്ല് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിവിടെ ഇരിക്കാം. പിന്നെ നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് പ്രസ് ചെയ്തെടുക്കാം. ഗ്രില്ല് ചെയ്യുന്നതിന് മുമ്പ് നമുക്കിതൊന്ന് പ്രീ ഹീറ്റ് ചെയ്യണം. ഇതിൻ്റെ ബട്ടൺ 1 മുതൽ 6 വരെ ഉണ്ട്. ഇതിൽ തിന്നായിട്ടുള്ള എന്തെങ്കിലും ഗ്രില്ല് ചെയ്തെടുക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് ചൂട് കുറച്ചിട്ടിരുന്നാൽ മതി. നമുക്ക് ചിക്കന് അങ്ങനെ ഹൈ ആയിട്ടുള്ളതുണ്ടെങ്കിൽ നമുക്ക് കൂട്ടിയിടണം. ഇപ്പോൾ നമ്മൾ പ്രീ ഹീറ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടായതിനു ശേഷം നമുക്ക് നമ്മുടെ ചിക്കൻ എടുത്ത് തിരിച്ചൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം. ഇതിൻ്റെ കൂടെ നമുക്ക് കിട്ടുന്നതാണ് ഇത് 2 എണ്ണം. ഇത് 2 എണ്ണം എന്ന് പറഞ്ഞാൽ നമുക്ക് ചിക്കൻ അത് വെക്കുമ്പം അതിൽ നിന്നുള്ള വെള്ളവും എണ്ണയൊക്കെ ഊറി ഇറങ്ങി വരാൻ അത് ഈ ഭാഗത്താണ് വെക്കുന്നത്. ഇവിടെയാണ് വെച്ച് കൊടുക്കുന്നത്. അതുപോലെ അപ്പുറത്തെ സൈഡും നൂത്ത് വയ്ക്കുമ്പം അതിവിടെ വയ്ക്കാനുള്ളതാണിത്. അത് ചെയ്യുന്ന ചിക്കന് ഒക്കെ നമുക്ക് എടുത്ത് മറിച്ചിടാനും അതെടുക്കാനും ഒക്കെ വേണ്ടിയുള്ളതാണ് ഈ സംഭവം. നല്ല ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ എടുത്ത് ഇതിലേക്ക് വയ്ക്കാം. ചിക്കനെല്ലാം ഗ്രില്ലിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ചൂടായി നല്ല ആവിയൊക്കെ നല്ല പറക്കുന്നുണ്ട്. നല്ല സ്മെല്ലൊക്കെ വരാൻ തുടങ്ങി. ഒരു സൈഡ് തന്നെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കരുത്. ഇടയ്ക്കിടയ്ക്ക് മറിച്ചിട്ട് കൊടുക്കണം. 2 സൈഡും മാറ്റി മാറ്റി മറിച്ചിട്ട് കൊടുക്കണം. ചൂട് അഡ്ജസ്റ്റ് ചെയ്ത് ഇടണം. ചൂട് ഇപ്പം ഞാൻ 5-ലാണ് ഇട്ടിരിക്കുന്നത്. നന്നായിട്ട് ചൂടാകുമ്പം ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവും. പിന്നെ ചൂട് കുറയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആകുന്നുണ്ട്. ഇതൊന്ന് മറിച്ച് വെച്ച് കൊടുക്കാം.
എല്ലാം ഞാൻ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിൽ കുറച്ച് ഓയിൽ ലൈറ്റായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഒലിവ് ഓയിലാണ് പുരട്ടി കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഒലിവ് ഓയിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ പുരട്ടി കൊടുത്താൽ മതി. ലൈറ്റായിട്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇത് ബാർബിക്യൂ സോസാണ്. ഇത് ചിക്കൻ പീസസിൽ ഇത് പുരട്ടി കൊടുക്കാം. ഈ ബാർബിക്യൂ സോസ് ഞാനിവിടെ ഉണ്ടാക്കിയെടുത്തതാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ എടുത്തില്ല. ഇനി എപ്പോഴെങ്കിലും ഞാൻ ചെയ്യുമ്പോഴേ ഇതിൻ്റെ വീഡിയോ എടുത്ത് ഞാൻ അപ്ലോഡ് ചെയ്യാം. ഇപ്പോൾ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും ബാർബിക്യൂ സോസ്. എന്നാലും നമ്മൾ ഹോം മെയ്ഡായിട്ട് ചെയ്തെടുക്കുന്ന അതിനൊരു പ്രത്യേക ഒരു ടേസ്റ്റും ഒരു മണവും ഒക്കെയാണ്. നല്ലൊരു ഫ്ലേവർ കിട്ടും അങ്ങനെ ചെയ്തെടുക്കുന്നത്. എല്ലാ ചിക്കൻ പീസസിലും ഞാൻ സോസ് പുരട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഡ്രൈ ആകുമ്പോൾ നമുക്ക് മറിച്ചിടാം. ഒരു സൈഡ് ഫുള്ള് നമ്മൾ പുരട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇത് ആ സൈഡൊന്ന് മറിച്ചിടാം. മറിച്ചിട്ടിട്ട് ആ സൈഡിലും കൂടെ നമുക്ക് ബാർബിക്യൂ സോസ് പുരട്ടി കൊടുക്കണം. ഈ സൈഡിൽ നമുക്ക് എല്ലാ പീസിലും ഇതുപോലെ നന്നായിട്ട് സോസ് പുരട്ടി കൊടുക്കാം. ഞാൻ ഒരു സൈഡിലേക്ക് മാറ്റി ഈ സൈഡിൽ വെച്ച് നന്നായിട്ട് ഒന്നുകൂടെ ഗ്രില്ലാക്കി എടുക്കാം. രണ്ട് സൈഡും ഒരുപോലെ ഇതൊന്ന് വെച്ചിട്ട് ചെറുതായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം രണ്ട് സൈഡും ഒരുപോലെ നല്ല ഗ്രില്ലായി കിട്ടും. ഒരേ ചൂടിൽ തന്നെ വയ്ക്കരുത്. ചൂട് കൂട്ടിയും ചൂട് കുറച്ചുമൊക്കെ വെച്ച് കൊടുക്കണം. വെച്ചിട്ട് ലൈറ്റായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ നന്നായിട്ടത് ഗ്രില്ലായി കിട്ടും. ഞാൻ ഇതിലേക്ക് ഒരു ക്യാപ്സിക്കവും കുറച്ച് സവാളയും കൂടെ ഒന്ന് അരിഞ്ഞ് ആ മസാലയിലൊന്ന് പുരട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഗ്രില്ലാവാൻ വേണ്ടിയാണ് വെച്ചിരിക്കുന്നത്. കുറച്ച് നമ്മൾ ഗ്രില്ല് ചെയ്ത് മാറ്റിയെടുത്തു. അതെ, കുറച്ച് മാറ്റി എടുത്തിട്ടുണ്ട്. ഇനി ബാക്കി ഇത്രയും കഷ്ണം കൂടെ റെഡി ആകാനുണ്ട്. നമ്മുടെ ചിക്കൻ എല്ലാം പാകത്തിന് ഗ്രില്ലായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതെല്ലാം പ്ലേറ്റിലേക്ക് മാറ്റാം. എല്ലാം പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മുടെ ക്യാപ്സിക്കവും ഒനിയനും കൂടെ എടുക്കാം. അങ്ങനെ നമ്മുടെ ഗ്രിൽ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബാർബിക്യൂ ഗ്രില്ലാണ്. ബാർബിക്യൂ ഫ്ലേവർ നല്ല ടേസ്റ്റാണിത്. പക്ഷേ ഇത് ക്ലീൻ ചെയ്യാൻ അത്ര ബുദ്ധിമുട്ടില്ല. അത് ഈസിയാണ്. ഇത് സെപ്പറേറ്റ് ഊരിയെടുക്കാൻ പറ്റും. സെപ്പറേറ്റ് ഊരിയെടുക്കാൻ പറ്റുന്നതുകൊണ്ട് അങ്ങനെ എടുത്തത് ക്ലീൻ ചെയ്യാൻ പറ്റും. ഇത് തണുത്തതിന് ശേഷം സെപ്പറേറ്റ് ഊരിയെടുക്കാൻ പറ്റുള്ളൂ. ഈ സൈഡിൽ ഇവിടെ ഒരു ബട്ടണുണ്ട്. ഈ ബട്ടൺ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ അത് സെപ്പറേറ്റ് ഊരി വരും. സെപ്പറേറ്റ് ഈ ഗ്രിൽ ട്രേ മാത്രം നമുക്ക് ഊരിയെടുക്കാൻ പറ്റും. എന്നിട്ട് അതുകൊണ്ട് ക്ലീൻ ചെയ്യാൻ ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബാർബിക്യൂ ചിക്കൻ ഗ്രില്ല് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കുപ്പൂസിൻ്റെയും ഹമ്മൂസിൻ്റെയും കൂടെ കൂട്ടി കഴിക്കാനാണ് ഏറ്റവും നല്ല ടേസ്റ്റ്. അതുപോലെ വീട്ടിൽ ഗ്രില്ലുള്ള എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇല്ലെങ്കിലും മാനുവലായിട്ട് നമുക്ക് തീക്കനലിൽ വെച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എൻ്റെ മോനെ ടേസ്റ്റ് ചെയ്യുകയാണ്. സൂപ്പർ.